നെഞ്ചരിച്ചിലുണ്ടാവുക. പലപ്പോഴും നമുക്ക് തന്നെ തോന്നിപ്പോയത് അറ്റാക്ക് ആണോ അല്ലെങ്കിൽ പെട്ടെന്ന് മരണപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ പോലും വന്ന് കയറുന്ന തരത്തിൽ സിവിയറായിട്ട് എന്ത് ചെയ്യും, നല്ല നെഞ്ചിൻ്റെ ഭാഗത്ത് ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്തിനായിട്ട് നല്ല വേദന അനുഭവപ്പെടുന്ന കണ്ടീഷൻ വരിക. അതേപോലെ തന്നെ ചില സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എന്തോ തൊണ്ടയിൽ കുടുങ്ങിയതുപോലെ അനുഭവപ്പെടുക, പുളിച്ച് തികട്ടുക, ഒരു കാരണമില്ലാതെ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കുക. കഫോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ മൂക്കടപ്പോ അല്ലെങ്കിൽ ജലദോഷം അങ്ങനെ ഒന്നുമില്ല. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, സിവിയറായിട്ട് ഡ്രൈ കഫ് ഇങ്ങനെ ചുമച്ചുകൊണ്ടേയിരിക്കുന്ന ടെൻഡൻസി വരിക. പ്രത്യേകിച്ച് രാത്രി സമയത്തൊക്കെ സിവിയറായിട്ട് നെഞ്ഞുവേദന വരിക എന്നുള്ളത്, ഈ ഒരു ബുദ്ധിമുട്ട് പൊതുവേ ഇന്ന് ആളുകൾക്കിടയിൽ കൂടി വന്നിട്ടുണ്ട് അല്ലേ. പലപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഹോസ്പിറ്റലുകളിൽ എത്തുന്നൊരു സംഗതിയാണ് സഡൻ സഡനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പെയിന് വരിക, വേദന വരിക, എന്നിട്ട് നെഞ്ഞുവേദന വന്ന് ഹോസ്പിറ്റലിൽ പോകും. ഈ സ്വിച്ചും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കും, നോർമലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയൊരു ഗ്യാസിന് ഗുളിക കഴിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ഓക്കെ. പക്ഷേ നമുക്ക് ആ ഒരു സമയത്തുണ്ടാക്കുന്ന സ്ട്രെസ്സ്, ആ ഒരു സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ട് കാര്യങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിലായിരിക്കും. അപ്പോൾ ഇന്ന് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം, എന്തുകൊണ്ടാണ് ഈ തരത്തിൽ നെഞ്ഞുവേദന വരുന്നത്. അത് ആക്ച്വലി ഹൃദയ സംബന്ധമാണോ, ഇനി അതല്ല വയറ് സംബന്ധമായിട്ടോ, ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആണോ, ഇനി അതല്ല മസ്കുലർ റിലേറ്റഡ് ആണോ, എന്താണ് അതിന് കാരണം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ ആളുകൾക്ക് വേദന വരുന്നത്, ഇതെങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ നെഞ്ഞുവേദന വരുന്ന ആളുകൾ, അതേപോലെ തന്നെ ഗ്യാസിന് പ്രശ്നമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഈ വീഡിയോ കണ്ടുവെക്കേണ്ടതുണ്ട്. എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ ഏകദേശം ഒരു 90% നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു വേദനയെക്കുറിച്ചാണ്, ഈ ഒരു നെഞ്ഞുവേദനയെ കുറിച്ചിട്ടാണ്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, മെഡിക്കൽ ഓഫീസർ, QNB ഹെൽത്ത് കെയർ, കൊടുവള്ളി. അപ്പോൾ പലപ്പോഴും എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സഡനായിട്ട് വളരെ ബേജാറ് പിടിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് എന്ത് ചെയ്യും, ഫാമിലീസ് ഒരു രോഗിയെ കൊണ്ടുവരും അല്ലേ. ECG ഒക്കെ എടുത്ത് നോക്കും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വേറെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല. ചെറിയൊരു ഗ്യാസിൻ്റെ അല്ലെങ്കിൽ മരുന്ന് കഴിക്കുന്ന സമയത്ത്, PPI കഴിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് ഹീലാവുകയും ചെയ്യും. പക്ഷേ ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരു ടെൻഷൻ ഉണ്ട് അല്ലേ, ഒരു ബേജാറുണ്ട്, എന്ത് ചെയ്യണം, എന്താക്കണത്, അറ്റാക്കാണോ ഇല്ല എന്നുള്ള കൺഫ്യൂഷൻ ആക്കുന്നത്. അപ്പോൾ ഈ ഒരു വേദന വരാൻ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇത് ഗ്യാസ് സംബന്ധമായിട്ട് ഉണ്ടാകാറുണ്ട്. ഇത് ചില ആളുകൾക്ക് എന്താ, പുളിച്ച് തികട്ടുന്ന ഒരു ടെൻഡൻസിയാണ് ഉണ്ടാവുക. നമ്മൾ എസ്പെഷ്യലി രാത്രി സമയത്തൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ഉണ്ടാവുക. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നതായിരിക്കും, അപ്പോൾ എന്തായിരിക്കും, ഒരു പുളിവെള്ളം വായിലേക്ക് വരുന്ന പോലെ അനുഭവപ്പെടുക, ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വരിക. അതുപോലെ ഇവിടെ എന്തോ ഒരു സംഗതി ഇങ്ങനെ ഇറിറ്റേഷൻ, ഭയങ്കര പുകച്ചിലും പോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവുക. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും, ഡ്രൈ കഫ് വരിക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇതിങ്ങനെ ചുമച്ചുകൊണ്ടേ ഇരിക്കാനുള്ളൊരു ടെൻഡൻസി വരിക. നമ്മളത് ലങ്സ് റിലേറ്റഡ് ആയിട്ടിരിക്കില്ല, അല്ലെങ്കിൽ നീരിറങ്ങിയതായിരിക്കില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഫ സംബന്ധമായ പ്രയാസങ്ങൾ അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല. ബട്ട് എന്തുണ്ടായിരിക്കും, ആ ചുമ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്ന ടെൻഡൻസി വളരെയധികം ഉണ്ടായിരിക്കും ചില ആളുകൾക്ക്. രാത്രി സമയത്ത് നമുക്കതുപോലെ ഉറങ്ങാൻ പോലും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ വേറെ ഒന്നുമല്ല, നമ്മുടെ വയറ്റിലുള്ള ചില സാധനങ്ങൾ, വയറ്റിൽ കിടക്കേണ്ടത് വയറ്റിൽ തന്നെ കിടക്കണം അല്ലേ. വയറ്റിലുണ്ടാകേണ്ട ചില ആസിഡ് അടങ്ങിയിട്ടുള്ള, നമുക്ക് ദഹിക്കാൻ എന്ത് വേണം, ആസിഡ് വേണം. അതുപോലെ മറ്റു പല ദഹനരസങ്ങളും വേണ്ടതുണ്ട്. അപ്പോൾ ഈ ദഹനരസങ്ങളും ആസിഡുകളും അടങ്ങിയ പദാർത്ഥം എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം ഇറങ്ങിപ്പോകുന്ന ഈസോഫാഗസ് എന്നുള്ള കുഴലിലേക്ക് റിട്ടേൺ അടിച്ചിട്ട് വരുന്ന ഒരു കണ്ടീഷൻ വരിക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ഈ ഒരു ഭാഗത്ത് ഭയങ്കര എരിച്ചിലുണ്ടായിരിക്കും, പുകച്ചിലുണ്ടായിരിക്കും, വേദന വരും. ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉണ്ടായിരിക്കും. ചില ആളുകൾക്ക് പ്രത്യേകിച്ച് കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക്, അതേപോലെ നല്ല തടി കൂടിയ ആളുകൾക്ക്, വയറൊക്കെ നല്ലോണം ചാടിയ ആളുകൾക്ക് കൂടുതലായിട്ടുണ്ടായിരിക്കും. അതുപോലെ ഭക്ഷണം നമ്മൾ കഴിച്ച ഉടനെ തന്നെ കിടക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അവർക്കത് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ രാത്രി നല്ല പുറത്ത് നല്ല മന്തി അടിക്കുക, എന്നിട്ട് നല്ല ബിരിയാണി എടുക്കുക, എന്നിട്ട് അതിൻ്റെ പുറമെ എന്ത് ചെയ്യും, നല്ല 7-Up അബിബിസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, കാർബണേറ്റഡ് ഡ്രിങ്ക് കുടിക്കുന്നുണ്ട്. എന്നിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ചില ആളുകളുടെ ഈ കഴിച്ച ഭക്ഷണം ഹെവിനെസ് കൂടിയിട്ടുണ്ടെങ്കിൽ റിട്ടേൺ ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ലോഡ് ഇങ്ങോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ വയറ്റിലുണ്ടാകുന്ന ആസിഡും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഭക്ഷണം കഴിക്കുന്ന അല്ലെങ്കിൽ ഈസോഫാഗസ് എന്ന് പറയുന്ന അന്നനാളത്തിലേക്ക് വരികയും അവിടെ എരിച്ചിലും പുകച്ചിലും ഞാൻ നേരത്തെ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുന്ന ശീലം ഉണ്ടാകരുത്. നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഒരു 9 മണിക്കാണ് നിങ്ങൾ ഉറങ്ങുന്നതെങ്കിൽ ഒരു
8 മണിനുള്ളിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഭക്ഷണം, അതും രാത്രി ഹെവി കഴിക്കാൻ പാടില്ല, ലൈറ്റായിട്ട് കഴിക്കുകയും ചെയ്യുക. അത് കഴിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ ചെറിയ നടത്തോ കാര്യങ്ങൾ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം. അതിന് ശേഷമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കിടക്കാൻ പാടുള്ളൂ എന്നുള്ള. ഇനി അതേപോലെ തന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യരുത്, കമിഴ്ന്ന് കിടക്കുന്ന ശീലം ഉണ്ടാകരുത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾ, അതായത് ഈ പൊളിച്ചത് ഘട്ടവും ഈ ഒരു ഗ്യാസിന് ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, കമിഴ്ന്ന് കിടക്കരുത്. കമിഴ്ന്ന് കിടന്നാൽ പെട്ടെന്ന് എന്ത് ചെയ്യും, ഈ ഒരു ഗ്യാസ്ട്രിക്കിൻ്റെ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ അസിഡിറ്റി കണ്ടൻറ്റ് എന്ത് ചെയ്യും, നമ്മുടെ അന്നനാളത്തിലേക്ക് വരാനും ഈ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ഭക്ഷണം കഴിച്ച് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, കിടക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരിക്കലും എന്ത് ചെയ്യരുത്, കമിഴ്ന്ന് കിടക്കുകയും ചെയ്യരുത്. അപ്പോൾ ഇത് വലിയൊരു ഫാക്ടറായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, എരിവ് കൂടിയ ഭക്ഷണങ്ങൾ വല്ലാണ്ട് കഴിക്കാൻ പാടില്ല. എരിവ് കൂടിയ ഭക്ഷണങ്ങൾ, അതേപോലെ തന്നെ കോഫി കൂടുതൽ കഴിക്കാൻ പാടില്ല, അതേപോലെ ചോക്ലേറ്റ് കഴിക്കാൻ പാടില്ല, അതേപോലെ പെപ്പർമിൻറ്റ് ഉണ്ടല്ലോ, നമ്മൾ മിൻറ്റിൻ്റെ ചായ കുടിക്കുമല്ലോ അല്ലേ, മിൻറ്റ്, ആ ഗ്യാസിനൊക്കെ നല്ലതാണ്. പക്ഷേ ഈ പറഞ്ഞ പുളിച്ചതകട്ടിലും ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെപ്പർമിൻറ്റിൻ്റെ ടീ അല്ലെങ്കിൽ പെപ്പർമിൻറ്റിൻ്റെ എന്തെങ്കിലും സപ്ലിമെൻറ്റ്സ് കാര്യം കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവർക്ക് പുളിച്ചതകട്ടലുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വരും. അതെന്താണെന്ന് ഞാൻ വഴിയെ പറയാം. അപ്പോൾ അങ്ങനെ അത് കഴിക്കുന്ന ആളുകൾക്കും ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യാറുണ്ട്, പുളിച്ചതകട്ടൽ. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യണം, ഈ എരിവ് കൂടിയത്, സുർക്കയിലിട്ടത്, ആൽക്കഹോൾ, അതേപോലെ സ്മോക്കിങ്ങിൻ്റെ ശീലമുള്ള ആളുകൾ, അമിതമായിട്ട് കഴിക്കുന്ന ശീലമുള്ള ആളുകൾ, അതെല്ലതും നിർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിർത്തിയാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ വലിയൊരു ശതമാനം നമുക്ക് അതിലൂടെ തന്നെ നമുക്ക് ഹീൽ ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ട് നോക്കണം. ഇനി ഇത് ഉണ്ടാകാൻ മറ്റൊരു റീസണും കൂടെ ഉണ്ട്. അതായത് നമ്മുടെ ഈ ഒരു ഭക്ഷണം പോകുന്ന അന്നനാളുണ്ടല്ലോ, ഈ അന്നനാളത്തു നിന്നാണ് എവിടേക്ക് കടക്കുന്നത്, സ്റ്റൊമക്കിലേക്ക്, വയറിലേക്ക് കടക്കുന്നത്, ദഹിക്കാൻ. ആ വയറിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്, ദഹനരസങ്ങളും ആസിഡും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അന്നനാളവും വയറും തമ്മിൽ ആ ഒരു ജംഗ്ഷൻ ഉണ്ടല്ലോ, ആ ജംഗ്ഷനിൽ അവിടെ നിന്നൊരു ഒരു സർക്കുലർ റിങ് പോലെയുള്ളൊരു വാൽവ് ഉണ്ട്. കോമൺ ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കുന്ന വാൽവാണ്. അതെന്തിനാണ് വാൽവ്, വയറ്റിലുണ്ടാകുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, ആസിഡും കാര്യങ്ങളൊന്നും മുകളിലോട്ട് വരരുത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിങ്ങനെ സ്റ്റൊമക്ക് എപ്പോഴും അടഞ്ഞ് കിടക്കണം. സ്റ്റൊമക്കിലുള്ള കണ്ടൻറ്റ് ഒരിക്കലും മുകളിലോട്ട് വരാൻ പാടില്ല. പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഈ വാൽവ് അടഞ്ഞ് കിടക്കില്ല. ചില കണ്ടീഷനിൽ അത് ഓപ്പണായിട്ട് ചില ഇൻഫ്ലമേഷൻ വന്നിട്ട് എന്ത് ചെയ്യും, അത് ഓപ്പൺ ആകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന വേറെ എന്താ പ്രശ്നം ഉണ്ടാവുക, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയറ്റിലുണ്ടാകുന്ന കണ്ടൻറ്റുകൾ, അതിലുണ്ടാകുന്ന ചോറും കറിയും അതേപോലെ ആസിഡും കാര്യം എല്ലതും എന്ത് ചെയ്യും, മുകളിലോട്ട് റിട്ടേൺ വരും. അപ്പോൾ അങ്ങനെ റിട്ടേൺ വന്നാൽ എന്താ ചെയ്യുക, സ്വാഭാവികമായിട്ട് എരിച്ചിലും പൊക്കച്ചിലൊക്കെ വരും. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വാൽവ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് നല്ല രീതിയിലുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കൂടുതൽ സ്പൈസി ഫുഡുകൾ കഴിക്കുന്നുണ്ട്, അതേപോലെ തന്നെ വേറെ ഷുഗറിൻ്റെ രോഗം കൂടുതലുള്ള ആളുകളാണ്, ഞരമ്പുകളൊന്നും കൂടുതൽ പ്രോപ്പറായിട്ട് വർക്കുന്നില്ല, നാഡികളൊന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ മറ്റു പല ഇൻഫ്ലമേഷനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക, ഈ പറഞ്ഞ ഈ ഒരു വാൽവ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അത് അടഞ്ഞ് കിടക്കേണ്ടത് പാർഷ്യലൊക്കെ ആയിട്ട് കുറഞ്ഞ രൂപത്തിൽ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, ഓപ്പണായിട്ട് കിടക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും വയറ്റിലുണ്ടാകുന്ന സാധനങ്ങൾ എന്ത് ചെയ്യും, ആസിഡും കാര്യങ്ങളും മുകളിലോട്ട് വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എൻഡോസ്കോപ്പ് എടുത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവിടെ സ്ഫിങ്ക്ടറിന്, ലോവർ ഈസോഫാജിൽ സ്ഫിങ്ക്ടർ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് എൻഡോസ്കോപ്പിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ അവിടെ വല്ല ഡാമേജും കാര്യങ്ങൾ, വാൽവിന് പ്രശ്നം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, നമ്മൾ അതിന് പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലം ഈ സ്പൈസി ഫുഡുകൾ കഴിക്കുന്നുണ്ട്, സുർക്കയിലിട്ട് ഫുഡുകൾ കഴിക്കുന്നുണ്ട്, തോന്നിയതുപോലെ വാരി വലിച്ച് കഴിക്കാൻ അങ്ങനെ ശീലങ്ങൾ ഉള്ള ആളുകൾക്ക് എന്തിനുള്ള സാധ്യത ഉണ്ട്, ഈ പറഞ്ഞ വാൽവിന് ഇൻഫ്ലമേഷൻ വരാനും വാൽവ് പൂർണ്ണമായിട്ട് അടയാതെ അത് ഓപ്പണായിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുണ്ട്. അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണങ്ങൾ എന്ത് ചെയ്യും, തിരിച്ച് ഗ്രാജുവൽ റിട്ടേൺ വരും, കൂടുതൽ പ്രശ്നങ്ങൾ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നിർബന്ധമായും ശ്രദ്ധിക്കുക. വാൽവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, പുകച്ചിലും ഈ വേദനയും നെഞ്ചരിച്ചിലൊക്കെ കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇനി അതല്ല നിങ്ങൾക്ക് ഷുഗർ കാരണമായിട്ട് നാഡികളൊന്നും ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, മസിലുകളൊക്കെ സ്പാസം സംഭവിച്ചു പോയി, ഇത് വാൽവ് അടയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, മസിലുകളൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. അപ്പോൾ ആ മസിലുകളൊക്കെ വീക്ക്നെസ് സംഭവിച്ചു പോയിട്ടുണ്ട്. ഷുഗറൊക്കെ കൂടിയതായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ അവർക്കും ഈ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം, നാഡികൾ അല്ലെങ്കിൽ മസിലുകളൊക്കെ ഫങ്ഷൻ പ്രോപ്പർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം, ഷുഗർ നോർമൽ ആണെന്നുള്ള ഉറപ്പ് വരുത്തണം. അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം. ഇനി അതേപോലെ തന്നെ ഈ പ്രശ്നം ആർക്കും ഉണ്ടാവുമെന്ന് അറിയുമോ,
ഹെർണിയ ഉള്ള ആളുകൾക്ക് ഉണ്ടാകും. ഹയാറ്റൽ ഹെർണിയ എന്ന് പറയും. അതായത് നമ്മുടെ വയറ്റിലുണ്ടാകുന്ന കണ്ടൻറ്റുകളൊക്കെ എന്താ ചെയ്യും, മുകളിലോട്ട് തള്ളി വരുന്ന രീതിയിൽ ഹെർണിയാണ്. ഹയാറ്റൽ ഹെർണിയ എന്ന് അത്ര കോമൺ അല്ല, എന്നാലും കൂടുതൽ ആൾക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഹെർണിയയുടെ പ്രയാസമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഈ പറഞ്ഞതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ, പൊളിച്ച് തകട്ടലുകളും ഈ വാൽവിൻ്റെ ഫംഗ്ഷനൊക്കെ ഡാമേജ്ഡ് ആകാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിനുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വലിയൊരു സംഗതിയല്ല, ബട്ട് നമ്മൾ അത്രയോളം കൺഫ്യൂഷൻ ആക്കുന്നൊരു സംഗതിയാണ് ഈ പറഞ്ഞതുപോലെ നെഞ്ചരിച്ചിലും വേദന, പുകച്ചിലും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, വയറ്റിലുണ്ടാകുന്ന ആസറും കാര്യങ്ങളും എടുക്കലാണ് നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന കുഴലിലേക്ക് മുകളിലേക്ക് തന്നെ വായിലേക്ക് തന്നെ തിരിച്ചു റിട്ടേൺ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ആ പുളിരസം, ആ ഒരു പുളിയുള്ള ഒരു ഫീലിംഗ് ചില ആളുകൾ കിട്ടുന്നുണ്ട്, അങ്ങനെ ഉണ്ടാകുന്നതാണ്. അതേപോലെ ഡ്രൈ കഫ് വരാൻ കാരണം എന്താണ്, ആ ഒരു പുളിച്ച് തട്ടിയ വെള്ളം അല്ലെങ്കിൽ ഇവിടെ ത്രോട്ടിൽ തട്ടിയിട്ട് ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കും, ചുമ കൂടുതലായിട്ട് വരും. അതേപോലെ ഉറക്കം കിട്ടില്ല, എരിച്ചിലും പുകച്ചിലായിട്ട് ഉറക്കം കിട്ടില്ല. അതേപോലെ നല്ല രീതിയിൽ നെഞ്ഞുവേദന പ്രശ്നങ്ങളുണ്ടായിരിക്കും, കാരണം അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡാണ് ഇങ്ങോട്ട് റിട്ടേൺ വരുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നെഞ്ഞുവേദനയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ സ്മോക്കിംഗ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വാൽവ് ശരിക്കും അടഞ്ഞു കിട്ടില്ല, അതിനൊക്കെ ഡാമേജ് ആക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ശീലങ്ങളും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ പ്രോപ്പറായിട്ട് ഒഴിവാക്കുക. അതുപോലെ ഭക്ഷണം എന്ത് ചെയ്യരുത്, കൂടുതൽ കഴിക്കുക. ഈ പ്രശ്നങ്ങൾ ആൾക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതൽ ഭക്ഷണം നമ്മൾ വയറ് നിറച്ച് കഴിക്കരുത്, കുറച്ച് എമൗണ്ട് മാത്രം കഴിക്കുക. അതേപോലെ തന്നെ ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക. ഒന്നാകെ വെള്ളം കുടിച്ചിട്ട് എന്ത് ചെയ്യരുത്, വയറ് വീർപ്പിക്കാൻ നിൽക്കരുത്. അങ്ങനെ വീർപ്പിച്ച് രാത്രി കിടക്കാൻ പോകുന്നതിന് മുമ്പ് 1 ലിറ്റർ വെള്ളം കുടിക്കൽ, ഒരു കുപ്പി വെള്ളം കുടിക്കലെന്ന് പറഞ്ഞിട്ട് ഒരു കുപ്പി ഒന്നും കുടിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കിടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ വയറ്റിൽ തന്നെയാണ് വെള്ളം ഉള്ളത്. അപ്പോൾ വെള്ളം എന്ത് ചെയ്യും, തിരിച്ച് റിട്ടേൺ അടിച്ച് വരും. അപ്പോൾ ആവശ്യത്തിന് മാത്രം വെള്ളം കുടിക്കുക, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കുക. കഴിക്കുന്ന ഭക്ഷണങ്ങൾ പരമാവധി എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കൂടുതലായിട്ടുണ്ട്, 3 നേരം കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യുക, ഒരു 5 നേരമായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കഴിക്കുക. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വയറ്റിനുണ്ടാകുന്ന അല്ലെങ്കിൽ കണ്ടന്റുകൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, കൂടുതലായിട്ട് മുകളിലേക്ക് തന്നെ തെറിച്ച് വരുന്നൊരവസ്ഥ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിൽക്കും. ഞാൻ നേരത്തെ പറഞ്ഞ മിൻറ്റ് കഴിച്ചാലുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മിൻറ്റ് നമ്മുടെ മസിലുകളൊക്കെ എന്ത് ചെയ്യും, ഒരു റിലാക്സേഷൻ ഉണ്ടാക്കുന്ന സംഗതിയാണ്. മസിലുകളൊക്കെ റിലാക്സേഷൻ നടക്കും. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ വാൽവ് നല്ല രീതിയിൽ ടൈറ്റായി നിൽക്കണമെങ്കിൽ മസിൽ എന്ത് നിൽക്കണം, അവിടുത്തെ മസിൽ ടൈറ്റായി നിൽക്കണം. അപ്പോൾ മിൻറ്റ് നമ്മൾ കൂടുതലായിട്ട് കഴിച്ചാലൊക്കെ എന്ത് ചെയ്യും, ഈ മസിലുകൾ ഒരു സ്പാസ്മോഡിക് പോലെ അല്ലെങ്കിൽ ഒരു റിലാക്സൻ്റ് ആയിട്ട് ഒരു വീക്ക്നെസ് ആയിട്ട് ഉണ്ടാക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ വീക്കായിട്ട് നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ മിൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള സംഗതി നമ്മൾ കൂടുതൽ കഴിച്ചാൽ എന്ത് ചെയ്യും, അതുമൂലം ഈ പറഞ്ഞതുപോലെ ഇത് കൂടാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണ്, ഗ്യാസ് സംബന്ധമായിട്ട് പ്രശ്നമാണ് അല്ലെങ്കിൽ അസിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നമാണ് പലപ്പോഴും നമുക്ക് ഈ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ സ്ട്രെസ്സൊക്കെ ഒന്ന് കുറയ്ക്കുക, സമയത്തിന് ഉറങ്ങാൻ ശ്രദ്ധിക്കുക, ഭക്ഷണം അമിതമായിട്ട് കിടക്കുന്ന ശീലങ്ങൾ അത് കുറയ്ക്കുക. അതുപോലെ തടി കൂടുതലുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ കിടക്കുന്ന ശീലങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറ്റുക. അതുപോലെ ഈ ലോവർ ഈ സ്ഫിങ്ക്റ്റർ ഉണ്ടല്ലോ, ഈ ഒരു വാൽവ്, അതിനെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നമ്മൾ എൻഡോസ്കോപ്പ് എടുത്ത് നോക്കിയാൽ റിപ്പോർട്ട് നോക്കിയാൽ മനസ്സിലാകുന്ന അതിനൊക്കെ പ്രോപ്പറായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഹീൽ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും, ഈ നെഞ്ഞുവേദന നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റും. അതേപോലെ ഇനിയിപ്പോൾ ഹൃദയ സംബന്ധമായുള്ള പ്രശ്നമാണ്, ഹൃദയത്തിൻ്റെ തന്നെയാണ് വേദന എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കൈയിൻ്റെ ഭാഗത്തേക്ക് വേദന വരാം. അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ ഈ ഒരു നെക്കിൻ്റെ ഭാഗത്തേക്ക് വേദന വരാം. ഈ ഭാഗത്തേക്കൊക്കെ നല്ല സിവിയറായിട്ട് സ്ക്യൂസിങ് ടൈപ്പ് പെയിൻ ഉണ്ടാവില്ല, നമ്മൾ പിഴിയല്ല, ഡ്രസ്സൊക്കെ നനഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കില്ല, ആ ഒരു ടൈപ്പ് പെയിൻ ആയിരിക്കും ഹൃദയ സംബന്ധമായിട്ട് കൂടുതലുണ്ടായിരിക്കുക. ഞാനിത് രണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, രണ്ടും മാറി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ നിവേദനം എന്ത് ചെയ്യണം, നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ പോകണം, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് സംബന്ധമായിട്ട് പൊളിച്ചതൊക്കെട്ടും കാര്യങ്ങളുള്ള ആളുകൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ അടുത്ത് വന്ന പല കേസുകളുണ്ടായിരുന്നു നമ്മളെടുത്ത്, അതെല്ലതും ഈ പറഞ്ഞതുപോലെ കുറച്ച് ഡയറ്റും കാര്യങ്ങളും നിർദ്ദേശങ്ങളും നൽകിയതാണ്. കൂടെ സപ്പോർട്ടീവായിട്ട് എന്ത് ചെയ്താണ്, അവർക്ക് കുറച്ച് മെഡിസിൻ കൂടി എടുത്ത് കൂടി ഓക്കെ ആക്കി കൊണ്ടുവരുന്നതാണ്. വലിയ വലിയ പ്രശ്നങ്ങളൊന്നും നമുക്കത് 100% മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ്. ചിലത് നമുക്ക് എന്ത് ചെയ്യണം, സർജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടി വരും, അതും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് തള്ളിക്കളയാനുള്ളതല്ല, പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ട് തന്നെ നോർമലാക്കി കൊണ്ടുവരാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ട്, കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, താഴെ തന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക് യു.